ഒരു സെയിൽസ്മാൻ അല്ലേ ഒരാൾക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കച്ചവടം നടത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സെയിൽസിന് പോകുന്ന സമയത്ത് നമുക്കൊരു ജനറേറ്ററോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഈ പല പ്രാവശ്യം തുറന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് ഇതായിട്ട് നിൽക്കും. ഇതാണെങ്കിൽ പോകത്തില്ല. നമ്മുടെ കേരളത്തിലെ പുതിയൊരു ബ്രാൻഡ് ഐസ്ക്രീം ഐസ് ബേ അല്ലേ? അതെ, നമ്മുടെ പ്രശസ്തനായ ഒരാടെയാണ്. അപ്പൊ നമ്മുടെ ആണ് ആ വർക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് വണ്ടി. അതെ, ഓക്കെ. ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ ക്യാൻറ്റീനായിട്ടല്ലേ? അതെ, മൊബൈൽ ക്യാൻറ്റീനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഐസ്ക്രീം ഉണ്ട്. നമ്മള് ഭക്ഷണ സാധനം എന്ത് വിൽക്കാനാണെങ്കിലും അത് മൊബൈൽ ക്യാൻറ്റീനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതുകൊണ്ട് രജിസ്ട്രേഷൻ മൊബൈൽ ക്യാൻറ്റീനായിട്ട് ചെയ്തു. അത് നമ്മൾ ഐസ്ക്രീമിന് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് അതിപ്പം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടിയാണ് വന്നു കംപ്ലീറ്റ് ആയിട്ട് ബ്രാൻഡ് ചെയ്തു. ഇന്ന് തന്നെ അത് ഡെലിവറി ചെയ്യും. ഇന്ന് തന്നെ പോകും. അതെ, ഇന്ന് തന്നെ പോകും. നമ്മൾ ആദ്യം ഇത് ഫുള്ള് വർക്ക് തീർന്നു, എന്നിട്ട് രജിസ്ട്രേഷൻ പോയിട്ട് വീണ്ടും തിരിച്ചു നമ്മൾ തന്നെ ഫുള്ള് ബ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് 4 സൈഡും കാണിച്ചു തരാം. ഐസ് ബേ നല്ല സ്റ്റിക്കറും. ഇത് പെയിന്റിംഗ് ആണോ സ്റ്റിക്കർ? ഫുൾ സൈഡിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സൂപ്പർ ക്യാരി അല്ലേ? സൂപ്പർ ക്യാരിയാണ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെളിയിലുള്ള കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു വാട്ടർ ടാങ്ക് അല്ലേ? വാട്ടർ ടാങ്ക്, ചാർജിങ് യൂണിറ്റ്, പിന്നെ വാട്ടർ ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ ഇതൊക്കെയാണ് വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ. ഇനി അകത്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഗ്ലൈക്കോൾ ഫ്രീസറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അല്ലേ? അതെ, നമുക്കൊന്ന് തുറന്നു നോക്കാം ഇനി. അതെ, ഓക്കെ. നമ്മുടെ കീ ഉപയോഗിച്ചിട്ട് ഈ സൈഡ് മാത്രമേ അപ്പുറത്ത് തുറക്കാൻ പറ്റൂ? അപ്പുറത്ത് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് മാത്രമേ തുറക്കുന്നില്ല. ഓക്കെ. ഇത് ബാക്കി കൂടെ ആയാലും ആൾക്കാർക്ക് അകത്ത് കയറാൻ വേണ്ടി ബാക്കിൽ ഒരു പോർഷൻ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്യാം. പക്ഷേ നമ്മുടെ വണ്ടി ഓപ്പൺ ആയിട്ടുണ്ടല്ലേ? അതെ, അതെ. ഓക്കെ, വണ്ടി ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലത്തെ ഓപ്പണിംഗിന്റെ അവിടെ നമുക്ക് വരുന്നത് എന്തൊക്കെയാണ്? നമുക്കിത് ബേസിക്കലി ഇതൊരു ക്യാഷ് ഡ്രോയർ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ്. എന്തെങ്കിലും സ്നാക്സോ ഇല്ലെന്നുണ്ടെങ്കിൽ കോൺസോ എന്തെങ്കിലും അവർക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഉദ്ദേശം. അതുപോലെ തന്നെ ഇത് തുറന്നിങ്ങനെ വെക്കാം. തുറന്നു വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഗ്ലൈക്കോൾ ഫ്രീസറാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ, ആ ഡ്രൈവർ തന്നെ സെയിൽസ്മാന് ഒരു എവിടെയെങ്കിലും കൊണ്ടുവന്നു അവിടെ നിന്ന് സാധനം എടുത്തു വരുന്നു. ഒറ്റ ഒരാൾക്ക് നിന്ന് ചെയ്യത്തക്കോന്നുള്ളൊരു ഒന്നാമത് കോസ്റ്റ് കുറച്ചെങ്കിൽ മാത്രമേ പ്രോഫിറ്റബിൾ ആകത്തുള്ളൂ. ഇതാകത്തില്ല. അപ്പൊ അത് കാരണത്താൽ ഒറ്റ സിംഗിൾ ലേബറിൽ നമുക്ക് ചെയ്യത്തക്കോന്നുള്ളൊരു സംവിധാനം. അപ്പൊ അവിടെ തന്നെ അവിടെ ക്യാഷ് അവിടെ എടുക്കുന്നു, വേണ്ട സാധനങ്ങൾ കൊടുക്കുന്നു. മേ ബി സം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഐസ്ക്രീം ഡിസ്പ്ലേ ചെയ്യത്തില്ല, അതിന്റെ ഡമ്മികൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഇത് കൊടുക്കുന്നു. പ്രൈസ് ലിസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ട് അതിനെ ചോദിക്കുന്ന അനുസരിച്ച് എടുത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഗ്ലൈക്കോൾ ഫ്രീസർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡ് ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ഇതിനെ അഡ്വാൻറ്റേജ് വെച്ചുകൊണ്ടാണ് ഈ ഗ്ലൈക്കോൾ ഫ്രീസർ ഉണ്ടാക്കുന്നത്. പല ആൾക്കാർക്കും അറിയത്തില്ല എന്താണ് ഈ ഗ്ലൈക്കോൾ ഫ്രീസർ എന്ന്. ഈ ഗ്ലൈക്കോൾ ഫ്രീസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ കൊടുത്ത്, ഇല്ലെങ്കിൽ പവർ എപ്പോൾ അവൈലബിലിറ്റി ഉണ്ടോ ആ സമയത്ത് പവർ കൊടുത്ത് ഇതിനെ ചാർജ് ചെയ്യുന്നു. ആ ചാർജ് ചെയ്യുന്ന പവർ ഒരു -31 ഡിഗ്രിയിലേക്ക് വരെ നമ്മൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. -31 ഡിഗ്രിയിൽ നിന്ന് വീണ്ടും അത് ഡീഫ്രോസ്റ്റ് ചെയ്ത് 0യിലേക്കോ അല്ലെങ്കിൽ ഒരു -11 ഇതോ ആകാനായിട്ട് -11 ആകാനായിട്ട് തന്നെ അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 8 hours എടുക്കും. അതുപോലെ തന്നെ ഇത് മൂന്ന് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമുക്ക് 3 സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ സൈഡിലെ പോർഷൻസ് കണ്ടു, ഡിസ്പ്ലേ ഉണ്ട് വെച്ചിട്ടുണ്ട്, ഒരു ക്യാഷ് ട്രേയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ഈ കാണുന്ന ഒരു ഗ്ലൈക്കോൾ ഫ്രീസർ ആണ് ഇതല്ലേ? അതെ, 3 സെപ്പറേറ്റ് ട്രേസ് ആണ് ഇതിനകത്ത്. ഇത് 3 സെപ്പറേറ്റ് ട്രേ ആണ്. ഓക്കെ, 3 സെപ്പറേറ്റ് ട്രേ ആണ്. ഈ ഒരു ട്രേക്കകത്ത് ഇപ്പൊ നമ്മൾ ഇത് തുറക്കുന്നില്ല എങ്കിൽ ഇത് ഏകദേശം ഒരു 16-18 മണിക്കൂർ വരെ ഒരു പ്രശ്നമില്ലാതെ ഇരിക്കും. അപ്പൊ ഐസ്ക്രീമിന് ഏറ്റവും നല്ലത് നമുക്ക് അങ്ങനെയുള്ളതാണ്. ഇത് സെപ്പറേറ്റ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ക്യാബിൻ എന്ന് പറഞ്ഞ കാര്യം ഇതിന്റെ കംപ്രസറും കാര്യങ്ങളും എല്ലാം അതിനടിയിലാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചെറിയ ക്യാബിനായിട്ട്. അങ്ങനെ 3 സെപ്പറേറ്റ് ക്യാബിൻസ് ഉണ്ട്. അപ്പൊ സെയിൽസിന്റെ അനുസരിച്ച് അവർക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരെണ്ണം ഫിനിഷ് ചെയ്യുന്നു, വേണമെന്ന് രണ്ടാമത്തേത്, അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ അത് ചെയ്ത് കഴിയും. ഇവിടുന്ന് നമ്മൾ കച്ചവടം ചെയ്യുന്നു. അത്യാവശ്യം ഒന്ന് കൈ കഴുകുകയോ അല്ലെങ്കിൽ ഈ വാഷ് ഏരിയ ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ സ്കൂപ്പി ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്പൂൺ കഴുകാനായിട്ടൊക്കെ ഉള്ള ഇതിന് വേണ്ടി അതുണ്ട്. വേസ്റ്റ് ടാങ്ക് നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഇത് UPS ഒരു ഇൻവെർട്ടർ ലൈറ്റിങ്ങിന് വേണ്ടിയാണ് അറൌണ്ട് 8 to 10 hours ലൈറ്റിംഗ് വരുന്നുണ്ട്. ടാങ്ക് വാട്ടർ ടാങ്ക് ആണ് ഈ കാണുന്നതിനകത്ത് അല്ലേ? അതെ, 100 ലിറ്റേഴ്സിന്റെ വാട്ടർ ടാങ്ക് ഉണ്ട്. വേസ്റ്റ് ടാങ്കും അണ്ടർനീത്തിൽ 100 ലിറ്റേഴ്സ് ഉണ്ട്. ഇതിങ്ങനെ നീറ്റായിട്ട് ആരും അറിയത്തില്ല ഇതിനകത്തൊരു വെളിയിൽ നോക്കി അറിയത്തില്ല. 2 ടാങ്ക് ഉണ്ട് ഇതിനകത്ത്. പിന്നെ 2, 3, 4 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 4 ലൈറ്റ്
നാല് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ ഈ സൈഡിൽ കൂടെ ചുമ്മാ ഒരു എയർ സർക്കുലേഷൻ ഉണ്ട്. ബേസിക്കലി ഇതിനകത്ത് നിൽക്കുന്ന ഒരാളിന് കംഫർട്ടബിലിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ ഒത്തിരി ക്രൗഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഒരാളെ കൂടെ കൊണ്ടിട്ട് വെക്കുവാണെങ്കിൽ അതെ എല്ലാ സൈഡിലും വന്ന ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റും. അതെ. പിന്നെ ഇതാണ് ഡോർ, ഇതേ കൂടെ ആൾക്കാർ കയറി ഇറങ്ങുന്നത്. ഈ ഒരു സൈഡിൽ വരുമ്പോൾ നമുക്ക് ഈ സൈഡിൽ എന്തൊക്കെയാ ഇവിടെ ഇത് എന്താ പെട്രോൾ ടാങ്കിന്റെ ഇതിന്റെ ആണ്. പെട്രോൾ ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ഇത് കൊടുത്തേക്കുന്നത്. നമ്മുടെ അണ്ടർ ഇത് കാണാൻ പറ്റും, അടിയിലത്തെ ടാങ്ക്. അപ്പുറത്ത് ഡ്രെയിനേജ് കാണാൻ പറ്റുമായിരിക്കും അങ്ങേ സൈഡിൽ അല്ലേ. അപ്പൊ നമുക്ക് വെളിയിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, അറിയത്തില്ല ഇത്രയും സംഭവം ഇതിനകത്താണ് ആ ടാങ്ക് ഇരിക്കുന്നത്. പിന്നെ ഡ്രെയിനേജ് യൂണിറ്റ് അതാണ് ഇവിടെ അല്ലേ. അവിടെ നമ്മുടെ ഡ്രെയിനേജ് യൂണിറ്റ് വേസ്റ്റ് വാട്ടർ എല്ലാം നമ്മുടെ ആ സൈഡിലോട്ടാണ് വരുന്നതും കാര്യങ്ങളും. പിന്നെ ഈ ഒരു ഭാഗം നമ്മുടെ ചാർജിങ് അല്ലേ, ചാർജിങ് യൂണിറ്റ്, വാട്ടർ ഓവർഫ്ലോ വരികയാണെങ്കിൽ ഇതിൽ വരാനായിട്ടും. ശരി. ഓവർഫ്ലോയുടെ ശരി. അത് ഓവർഫ്ലോയുടെ ഇത് ചെയ്യുന്നു. ഇത് വാട്ടറിന്റെ ഔട്ട്പുട്ട് ലോക്കിങ്. ഇതിനകത്തൂടെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, നോർമലി ഫില്ല് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ മാക്സിമം സ്പേസും ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതി ചെയ്തു. കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതി ചെയ്തു. അപ്പൊ ആ രീതിയിൽ ഓരോ കസ്റ്റമർക്കും എന്താണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന വർക്കുകൾ ഈ ഫുഡ് ട്രക്കുകൾ തന്നെയാണ്. ഫുഡ് ട്രക്കാണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. പിന്നെ ഹേഴ്സസും മറ്റുള്ളതും ഒക്കെ വരുന്നുണ്ട്. അതെ. പിന്നെ കാർട്ടുകൾ ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അതോടൊത്ത് എനിക്ക് അതിനകത്ത് ലീഗൽ ഫോർമാലിറ്റി ഈസി ആയതുകൂടിയാണ് കാർട്ടുകൾക്ക്. ഓക്കെ. അപ്പൊ നമുക്ക് ധാരാളം വർക്കുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു വർക്കുകളാണ്. ഇത് നമ്മുടെ ഫുള്ള് ബ്രാൻഡിങ് ഉൾപ്പെടെ ചെയ്തൊരു വർക്കാണ്. അപ്പൊ ഇന്നുമായിട്ട് ഡെലിവറി പോകുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള വണ്ടികൾ കേരളത്തിന്റെ പല ഭാഗത്തും ഐസ് ബേ എന്നുള്ള ബ്രാൻഡിൽ ഇനിയും വരും അല്ലെ. അതെ, തീർച്ചയായിട്ടും.